ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജപമാല മാസത്തിലെ 18-ാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണല്ലോ. ഇന്ന ദിവസം ഭവനങ്ങളില്ലാത്ത എല്ലാ കുടുംബങ്ങളെയും, ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മ വഴി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. പലരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ സംശയമാണ്, ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ജപമാല ചൊല്ലുന്നത് ശരിയാണോ? ഈ ചോദ്യം ചിലർ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകണം. നമ്മൾ പരിശുദ്ധ അമ്മയോട് അല്ല പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ അമ്മ വഴി ഈശോയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അമ്മയിലൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് മാത്രം. ദിവ്യകാരുണ്യവും ജപമാലയും നമ്മുടെ ആത്മീയ ജീവിതത്തെ വളർത്തുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. ഇതിൽ ഒന്ന് കുറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടും. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പരിശുദ്ധ കുർബാനയുടെ അമ്മയാണ്. കാരണം ഈശോ കുർബാനയായി തീരുവാനായിട്ട് ഈശോയോട് ഒപ്പം അവസാനം വരെ നിലകൊണ്ടവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് എവിടെ പരിശുദ്ധ കുർബാനയുണ്ടോ അവിടെ പരിശുദ്ധ അമ്മയുണ്ട്. എവിടെ പരിശുദ്ധ അമ്മയുണ്ടോ അവിടെ വിശുദ്ധ കുർബാനയുമുണ്ട്. ഈശോ വിശുദ്ധ കുർബാനയാകുവാൻ വേണ്ടി നിലകൊണ്ട അമ്മ ഏവരെയും കൂട്ടിക്കൊണ്ടുവരുന്നത് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് മാത്രമാണ്. അമ്മയുടെ അരികിലേക്ക് കടന്നു വരുന്ന ഏവരെയും അമ്മ കൂട്ടിക്കൊണ്ടുവരുന്നത് ദിവ്യകാരുണ്യത്തിലേക്ക് മാത്രമാണ്. അതുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ അരികിൽ ഇരുന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവികമായ അഭിഷേകം നമുക്ക് ലഭിക്കുന്നു. ജപമാലയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ദിവ്യകാരുണ്യ ഈശോയുടെ അരികിലുള്ള ജപമാല പ്രാർത്ഥന അത് ഏറെ അർത്ഥസമ്പുഷ്ടമാണ്, അനുഗ്രഹപ്രദമാണ്, ഒത്തിരിയേറെ ആത്മീയമായ അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്നതാണ്. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.